നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 14 ദേശീയ ഹിന്ദി ദിവസം. ആദ്യമായി ഞാൻ പറയുന്നു എല്ലാവർക്കും എൻ്റെ ഹിന്ദി ദിവസ ആശംസകൾ. ഹിന്ദി ദിവസത്തിനോടനുബന്ധിച്ച് ഞാൻ ഹിന്ദി ഭാഷയുടെ ചരിത്രമാണ് പറയുന്നത്. എൻ്റെ പേര് വൈഗ VS, 7A3 പഠിക്കുന്നു. ഹിന്ദി ഭാഷയുടെ ചരിത്രം സംസ്കൃതത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. കാലക്രമേണ ഡൽഹിക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ സംസാരിക്കുന്ന പഴയ ഹിന്ദിയിൽ നിന്ന് ആധുനിക ഹിന്ദി രൂപമെടുത്തു. ഇന്ന് ഹിന്ദി പദാവലിയുടെ ഏകദേശം 25% ഇങ്ങനെയുള്ളതാണ്. ഡൽഹി ഭാഷ എന്നറിയപ്പെടുന്ന ഈ ഭാഷ 8-ാം നൂറ്റാണ്ടിനും 10-ാം നൂറ്റാണ്ടിനും ഇടയിൽ അഫ്ഗാൻ, പേർഷ്യൻ, തുർക്ക് വംശജർ പ്രാദേശിക ജനങ്ങളുമായി ആശയവിനിമയം നടത്താൻ ഉപയോഗിച്ചു. കാലക്രമേണ ഇത് അറബി, പേർഷ്യൻ സ്വീകരിച്ചു വികസിച്ചു. കാലക്രമേണ പഴയ ഹിന്ദി, ഡൽഹി ഭാഷ എന്നിങ്ങനെ വികസിച്ച ഇത് ഇസ്ലാമിക ഭരണകാലത്ത് അറബി, പേർഷ്യൻ ഭാഷകളുമായി ഇടപഴകുകയും ചെയ്തു. ആധുനിക ഹിന്ദി 19-ാം നൂറ്റാണ്ടിൽ സ്റ്റാൻഡേർഡൈസ് ചെയ്യപ്പെട്ടു. സ്വാതന്ത്ര്യാനന്തരം ഇത് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായി അംഗീകരിക്കപ്പെട്ടു. AD 769 മുതലായിരുന്നു ഉത്ഭവം. 13-15 നൂറ്റാണ്ടുകളിൽ ഹിന്ദി സാഹിത്യം ഉയർന്നു വന്നു. പൃഥ്വിരാജ് നാസോ, അമീർ ഖുസ്രോയുടെ കൃതികൾ എന്നിങ്ങനെ ഇതിന് ഉദാഹരണമാണ്. ഈ കാലഘട്ടത്തിൽ ഭാഷ പല പേരുകളിൽ അറിയപ്പെട്ടു. ഹിന്ദി, ഹിന്ദുസ്ഥാനി, ദഹ്ലവി, ഹിന്ദവി അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഷ എന്നിങ്ങനെ അറിയപ്പെട്ടു. ഹിന്ദി ഭാഷയുടെ ഈ വികാസം ഡൽഹി ഭാഷയുടെ ആദ്യഘട്ടമായി കണക്കാക്കപ്പെടുന്നു. ഇത് ആധുനിക ഹിന്ദിയുടെയും ഉറുദു ഭാഷയുടെയും പൂർവികനാണ്. ഹിന്ദി ഉൾപ്പെടെയുള്ള നിരവധി ഇന്തോ ആര്യൻ ഭാഷകളുടെ വേദ സംസ്കൃതമാണ്. 7-ാം നൂറ്റാണ്ടിൽ ഉയർന്നു വന്ന സൗരസേനി പ്രാകൃതത്തിലൂടെയും സൗരസേനി അപഭ്രംശത്തിലൂടെയുമാണ് ഹിന്ദിയുടെ ആദ്യ രൂപങ്ങൾ ഉടലെടുത്തത്. 8-ാം നൂറ്റാണ്ടിൽ അറബി ഭാഷയിൽ നിന്നും പേർഷ്യൻ ഭാഷയിൽ നിന്നുമെല്ലാം ധാരാളം വാക്കുകൾ ഹിന്ദി സ്വീകരിക്കുകയും ഇത് ഹിന്ദുസ്ഥാനിയുടെ വികാസത്തിലേക്ക് നയിക്കുകയും ചെയ്തു. 18-ാം നൂറ്റാണ്ടിൽ ഹിന്ദുസ്ഥാനിയുടെ തീവ്രമായ ഒരു പേർഷ്യൻ പതിപ്പ് ഉറുദു എന്ന പേരിൽ വികസിച്ചു. ഹിന്ദിയും ഉറുദുവും ഒരു പൊതുഭാഷയായി സംസാരിക്കുകയും എഴുതുകയും ചെയ്തു. 1950-ൽ സ്റ്റാൻഡേർഡൈസേഷൻ നടന്നു. 1950-ൽ ദേവനാഗരി ലിപിയിൽ എഴുതിയ ഹിന്ദി യൂണിയന്റെ ഔദ്യോഗിക ഭാഷയായി സ്വീകരിക്കപ്പെട്ടു. 1954-ൽ ഹിന്ദി വ്യാകരണത്തിന്റെ മാനദണ്ഡീകരണത്തിനായി ഒരു കമ്മിറ്റി രൂപീകരിച്ചു. 1958-ൽ അവരുടെ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. 1949-ൽ സെപ്റ്റംബർ 14-ന് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി ഹിന്ദിയെ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ചു. ഇതാണ് ഹിന്ദി ദിവസ് ആയി ആചരിക്കുന്നത്. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന 2ാമത്തെ ഭാഷയാണ് ഹിന്ദി. കൂടാതെ സാഹിത്യം, സിനിമ, സംഗീതം എന്നിവയുൾപ്പെടെയുള്ള സാംസ്കാരിക ആവിഷ്കാരങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഇത് 9 സംസ്ഥാനങ്ങളുടെയും 3 കേന്ദ്രഭരണങ്ങളുടെയും പ്രദേശങ്ങളുടെയും ഔദ്യോഗിക ഭാഷയും 3 സംസ്ഥാനങ്ങളുടെ അധിക ഔദ്യോഗിക ഭാഷയുമാണ്. ഇന്ത്യയിലെ 22 പട്ടികപ്പെടുത്തിയ ഭാഷകളിൽ ഒന്നാണ് ഇത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.